എനിക്കും വീട്ടിൽ പോകണമെന്നുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ 3 അനിയത്തിമാരെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം വരുന്നത്. അവർക്ക് അവരും ചെറിയ മക്കൾ, അവർക്കൊന്നും അറിയില്ല. അവരെ ഞാൻ ഈ ആഴ്ച വിളിച്ചപ്പോൾ അവർ പറഞ്ഞിട്ട് അതങ്ങനെ വീട്ടിൽ വരികയാണെങ്കിൽ വന്നോ, ഉപ്പയും വരില്ല എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലിൽ എത്ര കാലം വരെ നിൽക്കാൻ എനിക്ക് തോന്നുന്നു, എത്ര കാലം വരെ നിൽക്കും, അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസിയായ സമീറയുടെ വാക്കുകളാണിത്. തലശ്ശേരി സ്വദേശിനിയായ സമീറ ചെറുപ്രായത്തിൽ തന്നെ ഇവിടെ എത്തിയിരുന്നു. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സ്നേഹപൂർണമായ പരിചരണം മൂലം സമീറയുടെ രോഗം പൂർണ്ണമായും ഭേദമായി. എന്നാൽ വീട്ടുകാരെ അറിയിച്ചിട്ടും ഇതുവരെയായും ആരും സമീറയെ ഏറ്റെടുക്കാൻ എത്തിയിട്ടില്ല. ഇത് സമീറയുടെ മാത്രം കഥയല്ല. അസുഖം മാറിയിട്ടും ഏറ്റെടുക്കാൻ ആളില്ലാത്തതിനാൽ സെല്ലുകളിൽ കുടുങ്ങിപ്പോയ 175 ജീവിതങ്ങളുണ്ടിവിടെ. മാത്തോട്ടത്തെ ആദിൽ അഹമ്മദ്, വിനോദ്, പേരാമ്പ്രയിലെ ചാന്ദിനി, അന്യസംസ്ഥാനക്കാരായ സപ്ന, അഞ്ജന, മീര, പിങ്കി എന്നിവർ വ്യത്യസ്ത ഭാഷകളിൽ ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രം: ആരെങ്കിലും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണേയെന്ന്. രോഗമില്ലാത്ത ചാന്ദിനിയെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനായി ബന്ധുക്കൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ തള്ളുകയായിരുന്നു. സ്വത്ത് വായിക്കാൻ സമ്മതിക്കായിട്ട് എൻ്റെ എഴുത്തിൻ്റെ ഭർത്താവ് പോലീസുകാരനും വേറെ ഒരു എഴുത്തിൻ്റെ ഭർത്താവ് കൂടി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. ഞാൻ നിന്നെ ഷോക്കടിപ്പിച്ചു, ഞാൻ രോഗിയല്ല. ബന്ധുക്കളാരെങ്കിലും കൂട്ടാൻ വരുമെന്ന പ്രതീക്ഷയിലാണ് പലരും ഇവിടെ ജീവിതം തള്ളി നീക്കുന്നത്. എന്നാൽ രോഗം ഭേദമായ കാര്യം ഭൂരിഭാഗം പേരുടെയും വീട്ടുകാരെ അറിയിച്ചിരുന്നുവെങ്കിലും ആരും കൂട്ടിക്കൊണ്ടുപോകാൻ എത്തുന്നില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഞങ്ങൾ പല കത്തും അയക്കാറുണ്ട്, കഴിയുന്ന ആൾക്കാർ വരാറില്ല. അസുഖം മാറിയിട്ടും ആരും ഏറ്റെടുക്കാത്ത നിസ്സഹായർ. മക്കളുൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കൾ ഇവർക്കു നേരെ മുഖം തിരിക്കുകയാണ്. ആശുപത്രിക്ക് പുറത്ത് നല്ലൊരു ജീവിതം സ്വപ്നം കാണുന്ന ഇവരെ ഇനി പുനരധിവസിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ജിബേഷിനൊപ്പം PV കുട്ടൻ.